ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട്? എല്ലാവരും ഉപയോഗിക്കുന്നില്ല അല്ലേ? പിന്നെ നമ്മുടെ ഫിഷ് ടാങ്കിലേക്ക് മീനുകളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറെ കാര്യം ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ തുടക്കക്കാരൻ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊള്ളുന്നില്ല. അങ്ങനെ എനിക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങളും എന്റെ മീനുകൾക്ക് ഉണ്ടായ പ്രശ്നങ്ങളാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമുക്കൊന്ന് നോക്കാം. ഫിഷ് ടാങ്കിൽ ഞാൻ എനിക്ക് കിട്ടിയ മീനെല്ലാം അതിനകത്ത് വാങ്ങിച്ചിട്ടായിരുന്നു. കാർപ്പാണ് കൂടുതലായിട്ടുള്ളത്. കാർപ്പിന്റെ കൂടെ ഞാൻ കുറെ ഷാർക്കിനെ വാങ്ങിച്ചിട്ടു, പിന്നെ കുറെ ഗോൾഡ് ഫിഷിനെ വാങ്ങിച്ചിട്ടു. അപ്പൊ ഇവന്മാരെ കൂടി ഇങ്ങനെ എന്താ പറയുക, ഇതിനകത്ത് അങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷാർക്കുകളൊക്കെ കുറച്ച് വലുതായി, വളരെ വലുതായിപ്പോ കുറച്ചും കൂടെ അഗ്രസീവ് മീനാണ് ഷാർക്ക്. അവന്മാർ എന്താ വെച്ചാൽ ഭയങ്കര ഓട്ടക്കാരാണ്. അവർ ഓടിയിട്ട് നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ ഷാർക്കൊക്കെ നമ്മളതിനെ ഇതാക്കാൻ പോയി കഴിഞ്ഞാൽ അവർ ഓടിച്ചെന്ന് ഇടിച്ച് പല സ്ഥലത്തും ഇടിച്ച് അവരുടെ മുഖത്തൊക്കെ എന്താ പറയാ, അതിന്റെ മുഖമൊക്കെ പൊട്ടി ചോരയൊക്കെ വരും. അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ കുറെ ഗോൾഡ് ഫിഷ് നല്ല സ്മാർട്ടായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഗോൾഡ് ഫിഷുകൾ പക്ഷെ എനിക്ക് നോക്കുമ്പോൾ ഭയങ്കര സ്ലോ ആയി. അപ്പൊ എന്താണ് സ്ലോ ആയതിന് പ്രധാന കാരണം നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ചിലപ്പോൾ കണ്ണില്ല. ഞാൻ വിചാരിച്ചു കണ്ണില്ലാണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം എന്തായിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വേറെ ഏതെങ്കിലും ജീവികൾ മറ്റും വന്നിട്ടായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ ഭയങ്കര രക്ഷാണ്. ആ രക്ഷ ഒരു പക്ഷെ പെട്ടുപോയതുകൊണ്ട് ഇവരുടെ വായായിട്ട് വലിയ വായായതുകൊണ്ട് ഇതിനകത്ത് കുടുങ്ങിപ്പോയതായിരുന്നു ഞാൻ കരുതി. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇവരുടെ ഈ അഗ്രസീവായ ഓട്ടത്തിനിടയ്ക്ക് വാല് കൊണ്ടുള്ള അടിയാണ്. ആ അടിയിലായിട്ടുള്ള കണ്ണുകൾക്ക് പ്രശ്നമാവാം. കൂടാതെ ഇതിനകത്ത് ഞാൻ ഈ സക്കർ ഫിഷിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ സക്കർ ഫിഷുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ മാർബിളൊക്കെ പോളിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സൈസ് ഒരു സംഭവമാണ് ആയിട്ടുള്ള വായ. ഫുൾ ടൈം ഇങ്ങനെ അരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇത് നമ്മുടെ ഈ ഫിഷ് ടാങ്കിലൊക്കെ ഉണ്ടാകുന്ന പൂപ്പലും പായലും ഒക്കെ അരിച്ചത് അതാണ് അതിന്റെ പ്രധാന പ്രശ്നം. പക്ഷെ എന്താ സംഭവിച്ചാൽ രാത്രി ആയി കഴിഞ്ഞാൽ ഈ സക്കർ ഫിഷുകൾ ഈ മറ്റുള്ള മീനുകൾ സ്ലോ ആകുമ്പോൾ അതിഥികളെ ഇങ്ങനെ അരിക്കാൻ തുടങ്ങും. അങ്ങനെ അവരുടെ സ്കിന്നിൽ ഡാമേജ് വരികയും അതിൽ ബ്ലഡ് വന്ന് പിന്നീട് അതിന്റെ ഫംഗസ് വന്ന് കുറേ മീനുകൾ ചത്തുപോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ ഇവിടുന്ന് മാറ്റി കലാപ്പാനിയിലേക്ക് മാറ്റി. അപ്പൊ മിന്നാരത്തിലെ കലാപ്പാനിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. നമുക്ക് അതിലേക്ക് നോക്കാം. അപ്പൊ ആദ്യം ഇവിടെ പ്രശ്നം പറ്റിയ ഗോൾഡ് ഫിഷിലേക്ക് നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഗോൾഡ് ഫിഷുകൾ. ഈ ഗോൾഡ് ഫിഷുകൾക്ക് ഒന്നിനും തന്നെ കണ്ണുകളില്ല. കണ്ടില്ലേ, 3-6 ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിന്റെ കണ്ണിന്റെ പോർഷൻ ബ്ലാങ്കാണ്. ഇതേപോലെ എല്ലാ ഗോൾഡ് ഫിഷുകളുടെയും കണ്ണ് പോയി. അപ്പൊ ഞാനിതിനെ ക്വാറന്റൈൻ ചെയ്ത് അവർക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കിട്ടാവുന്ന രീതിയിലേക്ക് ഞാൻ കുറച്ച് പ്ലാനൊക്കെ നട്ടു കണ്ടോ. ഇതിനൊക്കെ ഒരു കണ്ണിന്റെ പോർഷൻ പോയി, ഈ ഭാഗത്ത് കണ്ണില്ല. അപ്പോൾ ഇപ്പൊ കണ്ണില്ലാതാണ് ടീച്ചർ ജീവിക്കുന്നത്. പക്ഷെ ഫിറ്റ്നസ് ഓഫ് സർവൈവൽ എന്ന് പറഞ്ഞ പോലെ അവരെന്ത് ചെയ്തു, ഈ സിറ്റുവേഷൻസിൽ അവരതിനെ ജീവിക്കാൻ തുടങ്ങി. ഇപ്പൊ തീറ്റ കിട്ടുകൂടുതൽ അവർ മണത്ത് തിന്നോളും. അപ്പൊ ഇതാണ് ഗോൾഡ് ഫിഷ് ഉണ്ടായ അനുഭവം. അപ്പോൾ ഈ തിരക്കിനിടയ്ക്ക് ഇവന്മാരുടെ എല്ലാം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണുകളെല്ലാം മറ്റു മീനുകൾ അടിച്ചുകൊണ്ട് പോയി. പക്ഷെ അവരിപ്പോഴും രക്ഷപ്പെട്ട് ജീവിക്കുന്നു. ഞാൻ ഈ നമ്മുടെ ഇവിടുത്തെ കാലാപ്പനി കാണിച്ചു തരാം. മിന്നാരത്തിലെ കാലാപ്പനി ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ അവരെ ഈ ആൻഡമാൻ നിക്കോബാറിലേക്ക് മാറ്റി അവിടെയുള്ള കാലാപ്പാനി ജയിലിലേക്ക് ആക്കി. ഇവരെ കണ്ടോ, ഈ പറഞ്ഞ ഫിഷുകളാണ് നമ്മൾ ഷാർക്ക് എന്ന് പറയുന്നത് വാങ്ങിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഈ ഫിഷ് ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഷാർക്ക് എന്ന് പറയുന്ന സംഭവം ആസാം വാളയാണ് കേട്ടോ. ഈ ആസാം വാള ശരിക്കും പറഞ്ഞാൽ കഴിക്കാവുന്ന മീനാണ്. ഇവിടെ നമ്മളുടെ എന്താ പറയാ, മറ്റുള്ള അതിഥി തൊഴിലാളികൾക്ക് ഭയങ്കര പ്രിയങ്കരമായ മീനാണ് ഈ സാധനം. ഇത് ഭയങ്കര അഗ്രസീവാണ്. പക്ഷെ ഇവരെ തൊട്ട് കഴിഞ്ഞാൽ അവർ വാലുകൊണ്ട് ഭയങ്കര അടിച്ചത് കണ്ടില്ലേ. പക്ഷെ ഇതിനകത്ത് ഏറ്റവും ഡേഞ്ചർ ആയ ഒരു മീനുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സക്കർ ഫിഷ്. ഈ സക്കർ ഫിഷിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാല് അവന്മാര് എന്താ പറയാ, ഫുൾ ടൈം ഇങ്ങനെ ഇത് നമ്മള് ക്ലീൻ ആയിക്കൊണ്ടിരിക്കും, പോളിഷ് പോലെയാണ്. പക്ഷെ അവരൊരു ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇവര് കുറെ കാലം വേണമെങ്കിൽ എന്താ പറയാ വെള്ളമില്ലാതെ ഒക്കെ ജീവിക്കും. അത്രയ്ക്കും സർവൈവൽ കപ്പാസിറ്റി ഉള്ള മീനാണ്. നമ്മളുടെ ഇപ്പോ പ്രളയ സമയത്തൊക്കെ പല അക്വേറിയങ്ങളിൽ നിന്നും ഈ മീനുകൾ നമ്മളുടെ ജലാശയങ്ങളിലൊക്കെ എത്തിക്കുന്ന നമ്മുടെ മീനുകളുടെ ആവാസ വ്യവസ്ഥയ്ക്കൊക്കെ ഭയങ്കര ഭീഷണിയായി മാറിയിട്ടുണ്ട്. കാരണം ഇത് പെട്ടെന്നൊന്നും ചത്തുപോകത്തില്ല. മാത്രമല്ല ഇവര് മറ്റുള്ള മീനുകൾ ഉപദ്രവിക്കുകയും ആ മീനുകൾ ഇല്ലായ്മ ചെയ്യും. കുറെ മീനുകൾക്ക് അങ്ങനെ വംശനാശം വരുന്ന രീതിയിലേക്ക് ഇന്ത്യകൾ മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സക്കർ ഫിഷുകൾ നമ്മൾ വാങ്ങിക്കരുത്. കാരണം ഇപ്പൊ
ടാങ്ക് ക്ലീൻ ആക്കുന്നതാണ് പറയുന്നെങ്കിലും ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ഇവരുടെ പല്ല് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സഖ്യ പല്ലുകളാണല്ലേ. ഈ ടീത്ത് കൊണ്ടാണ് അവരിങ്ങനെ അതിനെ കംപ്ലീറ്റ് ക്ലീൻ ആക്കുന്നത്. ഇത് അതിറ്റുകൾ മറ്റുള്ള മീനുകളുടെ ശരീരത്തിൽ ഇതേപോലെ തന്നെ ഉപയോഗിച്ചിട്ട് അവർക്ക് മുറിവ് പറ്റുകയും ആ മുറിവിലൂടെ ഇൻഫെക്ഷൻ ഉണ്ടായി മീനുകൾ കുറേ ചത്തുപോയി. എൻ്റെ ഫിഷ് ടാങ്കിൽ ഉണ്ടായിരുന്ന കണ്ടമാനം മീനുകൾക്ക് നാശം പറ്റിയ മീനാണിത്. അപ്പൊ ഇവർ ഞാൻ എന്താക്കി, ജയിലിലേക്ക് മാറ്റി. ഇവിടെ ഇവർ തടവ് ശിക്ഷയാണ്. ഇവർക്ക് ഫുഡൊക്കെ കൺട്രോൾഡ് ആണ്. ഭയങ്കര എക്സസൈസും കാര്യങ്ങളൊക്കെയാണ്. ഇവർക്ക് കഠിനമായ പ്രയത്നവും പരിശ്രമം ഒക്കെ കൊടുത്തിട്ട് ഇവരെ ഞാനിങ്ങനെ ശിക്ഷിക്കാനിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ മീനുകളൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഒരു അക്വേറിയം തുടങ്ങിയ സമയത്ത് ഇതുപോലത്തെ ഒരു പഴയ ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ട് വന്നിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ പഴയ ഫ്രിഡ്ജിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓർക്കിഡ്സ് ഒക്കെ നടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചട്ടിയുണ്ട്. അപ്പൊ ഇത് ഹോൾ ആയിട്ടുള്ള ഒരു ചട്ടി, അതിനകത്ത് ഞാനൊരു ലക്കി ബാമ്പു വെച്ച് കൊടുത്ത് അതിനകത്ത് വെള്ളം വെച്ചിട്ടാണ് ഇതുപോലെ ഒരു ടാങ്ക് സെറ്റ് ചെയ്തത്. അപ്പൊ ഇതിനകത്ത് അമോണിയ എല്ലാം, ഈ ഇത്തരം വേസ്റ്റിൽ നിന്ന് വരുന്ന അമോണിയ എല്ലാം ഈ ബാമ്പു വെച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിനകത്ത് ഞാൻ കുറെ സക്രിഫിഷുകളെ വാങ്ങിയിട്ടുണ്ട്. ആ സക്രിഫിഷുകളെല്ലാം ഇതിനകത്ത് ഇതിനൊക്കെ വളർന്ന് വലുതായി കേട്ടാ. ഇവരുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ഇത് മറ്റുള്ള മീനുകളെല്ലാം നശിപ്പിക്കും. നമുക്കിത് അറിയില്ല ഈ സംഭവം ഇങ്ങനെയാണെന്ന് കാര്യം. ഫുൾ ടൈം ഇവര് ഇങ്ങനെ അരിച്ചുകൊണ്ടേയിരിക്കും. അതിങ്ങനെ നമ്മൾ ഈ എന്താ പറയാ കട്ടർ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പൊ അത് മറ്റുള്ള മീനുകളുടെ ശരീരത്തിലും അതേപോലെ തന്നെ കട്ട് ചെയ്ത് അവരിൽ നിന്ന് അവരുടെ ചോര വലിച്ചു കുടിച്ചിട്ടാണ് അവര് മറ്റുള്ള മീനുകൾക്ക് ഡാമേജ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സക്രിഫിഷിനെ ശ്രദ്ധിക്കുക. ഇതുപോലത്തെ ഷാർക്കിനെ നമ്മൾ മറ്റുള്ള മീനുകളുടെ കൂടെ ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ ടാങ്കിന്റെ പ്രശ്നമാണ്. കാരണം ഇവരൊക്കെ ഭയങ്കര അഗ്രസീവ് ഫിഷസ് ആണ്. അത് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ.